നിങ്ങൾ പറയുന്നു സന്ദർഭത്തിൽ അടർത്തിയെടുത്തതും യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണ്. പക്ഷെ അതൊന്നും ഖുറാനി പറഞ്ഞിട്ടില്ല. ഖുറാനി പറഞ്ഞിട്ടില്ല ഈ ഇറങ്ങുന്നത് യുദ്ധ സന്ദർഭത്തിലുള്ള ആയത്താണ്, അതുകൊണ്ട് നിങ്ങൾ യുദ്ധമല്ലാത്ത സന്ദർഭത്തിൽ ഇത് ഉപയോഗിക്കരുത് എന്ന് ഖുറാനി പറഞ്ഞിട്ടില്ല. അത് ഖുറാന്റെ ഒരു ന്യൂനതയല്ലേ? അപ്പൊ എനിക്കിപ്പോ മനസ്സിലായത് അൽ മൈദ അഞ്ചാം ചാപ്റ്ററിലെ 33-ാം വചനം, അതിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ദോസ് ഹു വേജ് വാർ അഗെയിൻസ്റ്റ് ഇസ്ലാം, അവരുടെ പണിഷ്മെന്റ് ഒന്നെങ്കിൽ ക്രൂസിഫിക്ഷൻ, പിന്നെ ഒരു പണിഷ്മെന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു പണിഷ്മെന്റ് ആണ് ഓപ്പോസിറ്റ് കയ്യും കാലും വെട്ടിക്കളയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്താണ്. അന്ന് ആ സന്ദർഭം കൂടി പറയായിരുന്നില്ലേ ഖുറാന്? അപ്പൊ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇത് യുദ്ധത്തിനുള്ളതാണ്, യുദ്ധമല്ലാത്ത സമയത്ത് നിങ്ങൾ ഇത് ഫോളോ ചെയ്യരുതെന്നൊന്നും ഖുറാനെ പറഞ്ഞിട്ടില്ല. അത് ഖുറാന്റെ ന്യൂനത. ഹരി, അതിന്റെ ഒരു മിനിറ്റ്, ഞങ്ങൾ ഉദ്ധരിച്ച ഒരു ആയത്തുണ്ടായിരുന്നല്ലോ, മായിദ, ആയത്തൊന്ന് പറയാം. ഇംഗ്ലീഷ് പറയാം. അതെ, പറഞ്ഞു. Indeed, the penalty for those who wage war against Allah and His Messenger and strive upon earth to cause corruption is none. മതി. അല്ല, അത് ഞാൻ ചോദിച്ചെന്താ അറിയോ, താങ്കൾ പറഞ്ഞതാണ് ഖുർആന്റെ വലിയൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഖുർആൻ എന്ത് ചെയ്യുന്നില്ല, സന്ദർഭം ഒന്നും പറയുന്നില്ല. നിങ്ങൾ പറയാണ് പിന്നെ യുദ്ധ സന്ദർഭമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ നിങ്ങൾ പറയാണ്. ഇത് ഖുർആൻ എന്താ പറയാത്തത്? ആ ഫസ്റ്റ് വേർഡ് എന്തായിരുന്നു? ഇൻഡീഡ് വാർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതായത് താങ്കൾ തന്നെ ഒരു ആയത്ത് ഉദ്ധരിക്കുകയാണ് ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ആയത്ത് ഉദ്ധരിച്ചിട്ട് പറയാണ് ഇവിടെ യുദ്ധം.